ഇടുക്കി മൂലമറ്റത്ത് യുവാവിനെ വെടിവെച്ചു കൊന്നു. ബസ് ജീവനക്കാരനായ കീരിത്തോട് സ്വദേശി സനൽബാബുവാണ് കൊല്ലപ്പെട്ടത്. സനൽബാബുവിന്റെ കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിയുതിർത്ത മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടുകടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഫിലിപ്പ് മാർട്ടിൻ ആക്രമണം നടത്തിയത്. ഏകദേശം 10:30 ആയിട്ടുണ്ടാവും. 2 പേര് സ്കൂട്ടറിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഓൾറെഡി ശനിയാഴ്ച ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. ദോശയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരാൾ ബൈക്കിൽ തന്നെ സ്കൂട്ടറിൽ തന്നെ ഇരുന്നു. ഒരാൾ അകത്തേക്ക് കയറി വന്ന് ഭക്ഷണം കഴിച്ചു. ഇവർ തോക്കെടുത്ത് വെടിവെക്കുന്ന സമയമായപ്പോഴത്തേക്കും അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. എല്ലാവരും കൂടി പുറകെ ചെന്നിട്ട് പിന്നെയുള്ള സംഭവം എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മരിച്ച സംഭവവും കാര്യങ്ങളെല്ലാം അറിയണത്. ഇവിടെ ഫ്രണ്ടിൽ അവന്മാർ വണ്ടി കൊണ്ടുവന്നിട്ട് ഈ തോക്ക് കാണിച്ച് ഭയങ്കര പ്രകടനമായിരുന്നു. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കുറേ വട്ടം അവിടെ ഇട്ടിങ്ങനെ വണ്ടിയിട്ട് കറക്കി. ആ ഒരു റോഡ് സൈഡിൽ ആ സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം വണ്ടികളിട്ടിങ്ങനെ കറക്കി. ലൈറ്റൊക്കെ ഇട്ട് അശോക വരെ ഒന്ന് പോയി, തിരിച്ചു വന്നു, വീണ്ടും അശോക വരെ പോയി. പക്ഷേ ഒരു 200 മീറ്റർ ഗ്യാപ്പിലാണ് ഈ ടൗൺ. ആ 200 മീറ്റർ ഗ്യാപ്പിൽ 2 വട്ടം അവർ ടൗൺ വരെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കുറേ ആളുകൾ, നാട്ടുകാരായിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒച്ചയിട്ട് ബഹളം വെച്ചപ്പോൾ ഇവർ തിരിച്ച് മൂലമറ്റത്തേക്ക് പോയി. പ്രതി ഉപയോഗിച്ച തോക്ക് കൊല്ലൻ നിർമ്മിച്ചതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതിയെ പിടികൂടുമ്പോൾ കാറിലുണ്ടായിരുന്ന തോക്കിൽ 2 തിര നിറച്ചിരുന്നു. 2 തിര പ്രതിയുടെ കൈവശം കണ്ടെത്തി. വിവരങ്ങളുമായി സാഗറാണ് ചേരുന്നത്. സാഗർ, എന്തൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രിയായിരുന്നു തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തട്ടുകടയിലുണ്ടായ നിസ്സാര കാര്യത്തെ ചൊല്ലിയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഒരാൾ വെടിവെച്ചു കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വെടിവെച്ച പ്രതിയായ മാർട്ടിൻ ഫിലിപ്പ്, വെടിവെച്ച ആളായ ഇയാൾ തട്ടുകടയിലെത്തി ഭക്ഷണം ചോദിച്ചു. ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞതോടെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ കടയുടമയായ ആൾ നമ്മൾ പ്രതികരിച്ചത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അതിന് പിന്നീട് ഇയാൾ വീട്ടിലെത്തി തോക്കെടുത്ത് വന്ന് കടയുടെ സമീപത്ത് നിന്ന് നിരവധി തവണ, 5-ലേറെ തവണ വെടിവെച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനുശേഷം മടങ്ങി വരും വഴിയാണ് ഈ കടയിലും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സനലും പ്രദീപും ബൈക്കിൽ വരുന്നത്. ഈ അവിടെ ആള് കൂടുകയും ഈ പ്രതിയെ അവിടുത്തെ നാട്ടുകാർ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. ആ വെടിയാണ് ഇടയിലേക്ക് വെച്ച വെടിയാണ് ഈ സനലിന് ഏറ്റത്. സനൽ അപ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ തലയ്ക്ക് വെടിയേറ്റ് സനൽ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന പ്രദീപിനെ ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. 2014 ഇവിടെ മൂലമറ്റത്തിന് സമീപത്തുള്ള എടാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഇരുമ്പ് പണിക്കാരനെ കൊണ്ട് പണിയിച്ചതാണ്. ഇത് ഒരേ സമയം 2 തിര വരെ നിറയ്ക്കാൻ കഴിയുന്ന തോക്കാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിയെ പിടികൂടുമ്പോൾ കാറിൽ ഉണ്ടായിരുന്ന തോക്കിൽ 2 തിര നിറച്ചിരുന്നു. 2 തിര പ്രതിയുടെ കൈവശവും കണ്ടെത്തി. ഇതിൽ മറ്റ് മുൻ വൈരാഗ്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉള്ളതായി നമുക്ക് ഇപ്പോൾ ആരും പറയുന്നില്ല. കാരണം പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണ് ഇയാളെ ഇത്തരത്തിലേക്ക് ഒരു വെടിവെക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കി SP അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ഇപ്പോൾ പ്രതിയെ ഇന്നലെ തന്നെ പെട്ടെന്നുള്ള പ്രകോപനമാണെങ്കിലും തോക്കെടുക്കാൻ വേണ്ടി വീട്ടിൽ പോവുക, തോക്കെടുത്ത് വന്ന് കാറിലിരുന്ന നാട്ടുകാരെ തുരുതുരെ വെടിവെക്കുക. ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുള്ളൂ. കാരണം മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി നാട്ടുകാർ പറയുന്നില്ല. ഇയാൾ വിദേശത്തായിരുന്നു. കുറച്ചു നാൾ മുമ്പാണ് പ്രതിയായ ഇയാൾ നാട്ടിൽ തിരിച്ചെത്തിയത്. നാട്ടുകാരുമായി ഒരുപാട് ഇടപഴകിയിരുന്നില്ല. ഇന്നലെ ഈ സമയത്ത് ഇയാൾ വളരെയധികം മദ്യപിച്ചിരുന്നതായാണ് കടയുടമയും ഈ പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിച്ച നാട്ടുകാരും അടക്കമുള്ളവർ പറയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഭക്ഷണം തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ കടയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കിയതും വഴക്കുണ്ടാക്കിയതും. ഇതേ തുടർന്ന് വീട്ടിലെത്തി തോക്കെടുത്ത് മടങ്ങി കടയിലെത്തി വീണ്ടും വെടിവെച്ചു. അതിനുശേഷം തിരികെ മടങ്ങും വഴിയാണ് സനലിനെയും പ്രദീപിനെയും ആക്രമിച്ചത്. ഇവർ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ കടയിൽ വരികയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിരുന്നില്ല. ആ സമയത്ത് സംഭവം ഈ തട്ടുകടയിൽ നിന്നും ഏകദേശം 200 മീറ്ററോളം അകലെയാണ് ഇന്നലെ വെടിവെപ്പുണ്ടായ സ്ഥലം. ഈ അവിടെ യാദൃശ്യമായി വന്നുപെട്ടവരാണ് ഈ സനലും പ്രദീപും എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് കടയുടമയും നാട്ടുകാരും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലാണ്, ഇല്ലെങ്കിൽ മദ്യലഹരിയിലാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇടുക്കി SP അടക്കമുള്ളവർ സ്ഥലത്തെത്തി. തൊടുപുഴ DSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇയാൾ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ശരി സാർ.